രാവിലെ 7 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ തുടക്കം. ഇന്ന് ഞങ്ങൾ എക്സൈറ്റഡ് ആണ്, കാരണം കുറേ വെയിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗോൾഡൻ ബ്രിഡ്ജ് കാണാനാട്ടോ ഞങ്ങൾ ഇന്ന് പോണത്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നു. ഇന്ന് കുറേ ഫാമിലീസ് ഉണ്ട് എന്നാ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് വണ്ടിയിൽ കയറി. ഗോൾഡൻ ബ്രിഡ്ജ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബനാ ഹിൽസിലാണ് കേട്ടോ. അപ്പൊ ഗൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങൾ ബനാ ഹിൽസിലാണ് പോണത്. വണ്ടി നല്ല ആൾക്കാരുണ്ട്, അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലെത്തി. ഇവിടെ നിന്ന് ഇനി കേബിൾ കാർ വഴി വേണം മേലേക്ക് പോവാൻ. അവിടെ കുറേ കാണാനുണ്ട് കേട്ടോ. ഗോൾഡൻ ബ്രിഡ്ജ് മാത്രമല്ല, അവിടെ ഒരു ഫാൻറ്റസി പാർക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ ബാനാ ഹില്ലിൽ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കേബിൾ കാറിൽ അത്ര പോണത് അല്ലേ. അപ്പം ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റായി. ഇനി ഞങ്ങളുടെ ഗൈഡ് ടിക്കറ്റ് എടുക്കാൻ എന്തോ പോയിട്ടുണ്ട്, നോക്കാം. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? സൺക്രാഫ്റ്റ് ബിയർ ഫെസ്റ്റിവൽ. ഓക്കേ, നല്ല തിരക്കിട്ടിട്ടൊന്ന്, അതുകൊണ്ട് കൂട്ടം തെറ്റരുത് എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബസ്സൊക്കെ കിട്ടി, കയറാൻ പോവാട്ടോ. കുറേ ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. എപ്പോഴാണ് കയറാൻ പറ്റുകയെന്ന് അറിയില്ല. ഓരോ ടീമിനും ഓരോ ഗൈഡ് ഉണ്ട്. സോ അവരെ ഫോളോ ചെയ്തിട്ട് നമ്മളിങ്ങനെ പോകണം. കൂട്ടം തെറ്റിക്കഴിഞ്ഞാൽ ആകെ സീനാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തോളം ഞങ്ങൾ ക്യൂ നിന്നിട്ട് ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് ആ ഒരു കേബിൾ കാറിലേക്ക് കയറാൻ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൽ കയറിയപ്പോൾ വേഗം എത്തുമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് തെറ്റി. നല്ല ദൂരമുണ്ട്. മാത്രമല്ല ഇന്ന് കുറച്ച് കാറ്റും മഴയുള്ള കാരണം ഇത് മെല്ലെയാണ് പോണത്. ഇടയ്ക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളകിയപ്പോൾ ഞാൻ നല്ലോണം പേടിച്ചു. ബട്ട് സീനറി വൈസ് അടിപൊളിയാണ്. താഴെ കുറേ മരങ്ങൾ. താഴ്ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ തനി കേരളം തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളിങ്ങനെ മെല്ലെ സംസാരിക്കുകയായിരുന്നു, കാരണം അത്രയും സൈലൻ്റ് ആയിരുന്നു കേട്ടോ. ഇന്ന് ക്ലൈമറ്റ് ഇതായതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെയൊക്കെ പോണത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ പോക്കുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഏകദേശം ഒരു 6 വരി കേബിൾ കാർ തന്നെ ഉണ്ട്. ഞങ്ങളങ്ങനെ മേലെ എത്തിട്ടോ. അത് കാറ്റ് കാരണം നല്ല ആടാൻ തുടങ്ങിയപ്പോൾ വിഷ്ണുവേട്ടനെ ഇങ്ങോട്ട് മേലെ വിളിച്ചിട്ട് സംഭവം നല്ല പേടിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. ഇല്ല, സംഭവം എന്താണെങ്കിലും ഇവിടെ എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോ നല്ല തണുപ്പുണ്ട്. ബാക്കി അങ്ങനല്ലേ, മഴയത്ത് ഇതിങ്ങനെ കടന്ന് ആടിയ ആർക്കായാലും പേടിയാവില്ലേ? അത് ക്യാമറ ഓഫ് ചെയ്തപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഇവിടെ നല്ല രസമുണ്ട്. ഇനി ബാക്കി ഞങ്ങൾ മേലെ പോയിട്ട് കാണിക്കാം. ഈ ഒരു വ്യൂവിൻ്റെ ഭംഗി അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റണില്ല, കാരണം അത്രയും നൈസാണ്. നല്ല കാറ്റും ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഡ്രോണിലെ അയ്യോ ഞങ്ങളങ്ങനെ ഈ ഗോൾഡൻ ബ്രിഡ്ജിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് പോന്നു ഗൈസ്. കാറ്റും എന്തൊക്കെയത് പലതരം കയ്യും കാലൊക്കെ വേറിട്ട് നിൽക്കണോ. ബ്രിഡ്ജ് പാസ് ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ വേറെ എവിടേക്കോ പോയ ഫീലാണ്. കണ്ണടയൊക്കെ മുടി കുടുങ്ങി. ഹായ്, അങ്ങനെ ഈ സൈഡ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ കേബിൾ കാർ എടുത്തിട്ട് അടുത്ത സൈഡ് പോവാണ് കേട്ടോ. ഇവിടെയാണ് ഫാൻറ്റസി പാർക്കൊക്കെ ഉള്ളത്. ഇവിടെ കുറേ കാണാണ്ട് കേട്ടോ പറഞ്ഞത്. അപ്പം എന്താണെങ്കിലും പോയി നോക്കാം. ഇവിടെയൊക്കെ തിരക്കുണ്ട്.
ഇവിടേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചർ തന്നെ മാറി. ശരിക്കും ഒരു പാരീസോ UK എവിടേക്കോ പോയൊരു ഫീലാട്ടോ വന്നത്. ഞങ്ങള് വല്ല UK എത്തിയ പോലെ ഉണ്ട് ഗായ്സ്. കുറേ നടക്കാണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച സ്റ്റെപ്പുമ്മ ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ ഭംഗി ആസ്വദിക്കായിരുന്നു. ഫാൻറ്റസി പാർക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം. ഇവിടെ ചെന്നപ്പോൾ ശരിക്കും കുറേ റൈഡുകളും ശരിക്കും ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ട് ഉള്ള ഒരു ലുലുല ഫണ്ടൂറയിലൊക്കെ പോയ പോലെയായിരുന്നു. ഇവിടെ നമുക്ക് വൈകുന്നേരം ഒരു 4:15 വരെ ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ സ്പ്ലിറ്റായി പോയി. ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഫുൾ ബൊഫേ ആണ്. കാണുന്ന ഒരു ഇതൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ടേസ്റ്റ്. ഞങ്ങൾ കുറേ എടുത്ത് കൂട്ടി എന്നല്ലാതെ കഴിക്കാൻ പറ്റണില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇവിടുത്തെ മെയിൻ ഗാർഡൻ കാണാൻ പോയിട്ടോ. എന്ത് ഭംഗിയാന്നാ പറയാം, നമുക്കത് നോക്കി നിൽക്കാൻ തോന്നും. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ അടുത്തുള്ള ബിയർ പ്ലാസയിലാണ്. ഞങ്ങൾക്ക് കയറുമ്പോൾ തന്നെ 2 ടിക്കറ്റ് ഫ്രീ കിട്ടിയിരുന്നു. നമുക്ക് പല ഫ്ലേവറിലുള്ള ബിയർ ഉണ്ടാവും. അതിൽ 2 നമുക്ക് ഫ്രീ ആയിട്ട് കുടിക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതും ഈ ഒരു ഗാർഡൻ ആട്ടോ കണ്ടത്. ഇപ്പോൾ ഒരു 4:15 ആയിട്ട് ഞങ്ങളുടെ ഗൈഡ് വിളിച്ചിട്ട് ആ പോയിന്റിലേക്ക് പോവാൻ ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഇവിടുത്തെ ചില്ലിങ് ഒക്കെ കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇനിയും കഴിഞ്ഞിട്ടില്ല. Day 2 ആയിട്ടുള്ളൂ. ബാക്കി എല്ലാതും ഞങ്ങൾ വീഡിയോ ഇത് കാണിക്കാം. ബൈ. എഗെയിൻ കേബിൾ കാർ വഴി ഞങ്ങൾ താഴെ എത്തി. ഇനി ഹോട്ടലിലേക്ക് പോവാട്ടോ. ഹലോ ഗായ്സ്, സോ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പുറത്തൊക്കെ പോയി ഒന്ന് ചില്ലൊക്കെ ചെയ്ത് രാത്രിയാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ്. ഞാൻ ലോബിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പോകണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് ക്യാൻഡിഡ് ആവാനിരിക്കുകയാണ് വിഷ്ണുവേട്ടൻ. ഓ ഓക്കെ, ഇപ്പൊ സെറ്റായി എന്നാണ് ഒരു വിചാരം അല്ലേ. ഞങ്ങളുടെ ആള് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ പോലെ കുറേ ഫാമിലീസും ഇവിടെ ചെക്കൗട്ട് ചെയ്ത് പെട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏറ്റവും ടേസ്റ്റ് ഉള്ളൊരു സാധനം കേട്ടോ ഇത്. ഈ കേക്കിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഞാൻ പോയി നെയിൽ എക്സ്റ്റൻഷനൊക്കെ ചെയ്തു. പൊട്ടിച്ച് കാണിച്ചു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ് ഉള്ളൊരു സാധനം. ഇതിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഒരു തരം സ്പോഞ്ച് കേക്ക്. നമ്മളെ നാട്ടിലത്തേനൊക്കെ നല്ല സോഫ്റ്റാ. ഇത് ഞാനൊരു പീസ് കടിച്ചത് കേട്ടോ. മിൽക്ക് കേക്ക് തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റും നല്ല പതുപതുപ്പും കുഷ്യൻ പോലെയൊക്കെ. ശരിക്കും ഒരു സ്പോഞ്ച് പോലല്ലേ കാണാന്. ഇത് പേരറിയില്ല, എനിക്ക് തോന്നുന്നു മിൽക്ക് കേക്കാണ്. നല്ല രസമുണ്ട്. ഞങ്ങളപ്പോൾ ഇനി കുറച്ച് ഡോളർ മാറ്റി ഡോങ് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ വന്നപ്പോൾ മാറ്റിയതല്ലേ. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോട്ടെ. ബായ്. ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. അത് കൺവേർട്ട് ചെയ്തപ്പോഴേക്കും വിശന്നു. പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു കഫേയിൽ കയറി. ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ കുടിക്കാൻ തരുന്ന ഒരു ഡ്രിങ്ക് കേട്ടോ ഇത്. കണ്ടു കഴിഞ്ഞാൽ ബിയർ പോലെയൊക്കെ ഉണ്ടെങ്കിലും ബിയർ അല്ലത്. എന്തോ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സാധനം വന്നു. എന്താ നോക്കിയപ്പോൾ ഫുള്ള് ഇലകൾ മാത്രം. വിഷ്ണുട്ട് അതൊക്കെ പെറുക്കി താഴെ ഇടുക. ഈ മാതിരി എന്താ പറയുക, തുളസിയില എന്താ അത്. ഇത് ഇട്ടോടുകൂടി ആ സാധനമായിട്ട് നാശമായി. അതില്ലാതെ കഴിക്കാൻ നല്ല രസമാണ്. ഇത് രസമുണ്ട്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നു. ഇന്ന് സിറ്റി ടൂറാണ്. നേരെ ഇവിടുത്തെ ഒരു പഗോഡ കാണാനാട്ടോ പോണത്. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റാച്യൂവും ഇതാത്രേ. അതായത് ഇവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഞങ്ങൾ മാത്രം ഇങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് പോവുക. നല്ലൊരു കയറ്റം കയറി ഞങ്ങളങ്ങനെ മേലേക്ക് എത്തി. ഞങ്ങളപ്പോൾ ഇവിടുത്തെ ടെമ്പിളിൽ കയറുക കേട്ടോ. അവിടെ ചെന്നാൽ ഷൂസൊക്കെ ഊരണമെന്നാണ് പറഞ്ഞത്. അതൊക്കെ കോമൺ ആണല്ലോ അല്ലേ. അമ്മേ വെയില് വെയില്. ഇതൊരു വലിയ അമ്പലമാണ് കേട്ടോ.
ഇവിടെ കയറണമെങ്കിൽ എപ്പോൾ വേണേലും കയറാം. ആ ഒരു പ്രതിമ നല്ല ഉയരമുണ്ട്. കയറണമെങ്കിൽ ബോയ്സ് കവർ ചെയ്യാൻ ചിരിച്ചിട്ട് കണ്ടെന്ന് വെള്ളം. ഒന്നിങ്ങോട്ട് നോക്കൂ പ്ലീസ്. ല്ലോ നടന്ന് കുഴങ്ങിയൊക്കെ പോയപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ചെറിയൊരു ചെക്കനുണ്ട്. ജിത്തുവിൻ്റെ അത്രയൊന്നും ഇല്ല, നല്ല ചെറുതാ. അവനോട് ഞാൻ ഇത്തിരി വെള്ളം തരുമോന്ന് ചോദിച്ചു. വാട്ടർന്ന് നോ വാട്ടർ പറഞ്ഞ് എന്നെ ആട്ടി വിട്ടു. എനിക്കത് നല്ല ബാഡായി. എനിക്കത് കൊണ്ടു വിഷ്ണു കേട്ടോ. ചൂട് എന്നൊക്കെ പറഞ്ഞോ, ചൂട് സഹിക്കാൻ വയ്യാ. എങ്ങനെയുണ്ടായിരുന്നു ജേണി? ഒരു മുണ്ടൊക്കെ എടുത്ത് കേറുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഇവിടുത്തെ ഡ്രാഗൺ ബ്രിഡ്ജ് കാണാനായിട്ട് വന്നിട്ടുള്ളത്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ആ കാണുന്നതാണ് ബ്രിഡ്ജ്. സോ ബ്യൂട്ടിഫുൾ. റിവർ ലവിന് വേണ്ടിയിട്ട് അത്രേ ഇതുവരെ കെട്ടുക. ഞാനപ്പോൾ വിഷ്ണുവേട്ടനോട് ചോദിച്ചു നമുക്കിതിവിടെ കെട്ടല്ലേ. അപ്പോൾ ഒരു മറുപടി ഞാൻ കേട്ടിരുന്നു. എന്താ ലോക്ക് കെട്ടിയിട്ടുള്ള ഒരു പ്രേമവും നമുക്ക് വേണ്ട. നിങ്ങളുടെ ലവ് എന്ന് പറഞ്ഞാൽ ഈ ലോക്കിനും അപ്പുറമാണ് ഇത്ര. അതുകൊണ്ട് ലോക്കൊന്നും കെട്ടണ്ടാന്ന്. ഇതാണ് ഇവിടുത്തെ ലവ് ബ്രിഡ്ജ്. ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ ലവ് സ്ട്രോങ് ആക്കാൻ ലോക്ക് വാങ്ങി ഇവിടെ എടുത്തറേ. ഇന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇനി ഞങ്ങൾ പോവാട്ടോ. ഹായ്, ഇതാണ് ഇവിടുത്തെ ഷോപ്പിംഗ് മാർക്കറ്റ്. കുറേ സാധനമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഈവനിങ് ഫ്ലൈറ്റ് ഉണ്ട്. അതിൽ ലിമിറ്റഡ് kg പറ്റുള്ളൂ. ഞങ്ങൾ വെറുതെ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. എന്നാൽ തന്നെ നല്ലൊരു ഫാൻ വാങ്ങിച്ചു. നല്ല മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഫ്രൂട്ട്സും ഉണ്ടായി. പക്ഷെ ഒന്നും വാങ്ങിയില്ല. ഞാൻ ഒരു ഫാൻ വാങ്ങിട്ടോ. അതില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നല്ല ചൂടുണ്ട്. ഞങ്ങൾ ഇനി ഒരു ക്രൂയിസ് ഷിപ്പിൽ പോവാന്ന് കേട്ടോ. അപ്പം അതിൻ്റെ മുന്നേ ഡിന്നർ അത്രേ സമയം ഇപ്പം എത്രയായിട്ടുള്ളൂ? 6 മണിക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നതാണ്. വെറും ഇവിടെ നൂഡിൽസ് മാത്രമേ ഉള്ളൂ പറഞ്ഞു. നേരത്തെ ഞങ്ങളൊരു ബർഗർ എന്തോ കഴിച്ചപ്പോൾ ഫുൾ പച്ചക്കളർ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് പ്രത്യേകം ഞങ്ങൾ പറഞ്ഞിട്ട് ആ വക സാധനമൊന്നും വേണ്ട, വെറും ചിക്കനും നൂഡിൽസും മതി. ഫ്ലേവർലെസ് ആയിട്ടുള്ള സൂപ്പി നൂഡിൽസാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ക്രൂയിസിൽ കയറാനുള്ള ഒരു പോയിന്റിൽ ഞങ്ങൾ എത്തി. ഞങ്ങളുടെ കൂടെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇതിലൊരു ബോട്ടിലാണ് നമ്മൾ പോവുക. അങ്ങനെ ഇവിടെ സമയം ഒരു 6:30 ആയി. ഞങ്ങളാകെ ടയേർഡും ആയി. ഈ കാണുന്ന ഷിപ്പിലാണ്, ഈ കാണുന്ന ബോട്ടിലാണ് ഞങ്ങൾ കയറുന്നതെന്ന് തോന്നുന്നു. കാണാനൊരു ചന്തൊക്കെ ഉണ്ട്. ഊഹം തെറ്റി. അതല്ല അത്രേ. ഞങ്ങൾ പിന്നെ നടക്കുക. മറൈൻ ഡ്രൈവ് കൂടെ ഒക്കെ പോയതിൻ്റെ ഒരു വേറൊരു വേർഷൻ. പക്ഷെ ഇവിടെയൊക്കെ നല്ല നീറ്റാട്ടോ. നല്ല തണ്ണിമത്തൻ മുറിച്ചതും വെള്ളമാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത്. ഈ നേരത്താണെങ്കിൽ ചൂടുമില്ല, നല്ല കാറ്റും ഉണ്ട്. നൈറ്റ് സിറ്റി എന്താന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ പോവുക. ലൈഫ് ഈസ് സോ നൈസ് ഹിയർ. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഇപ്പോൾ വീണായിരുന്നു. ഇവിടെ നല്ല രസമുണ്ട് വ്യൂ ഒക്കെ. നല്ല രസമുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ നേരത്തെ പോയ നല്ല രസമുണ്ട് കാണാൻ. ഓ, ഇതൊക്കെ ഫുൾ വ്ളോഗ് നമ്മൾ ശരിക്കും മിസ് ചെയ്യും കേട്ടോ. വീട്ടിൽ നിന്ന് ഇട്ട് കാണുമ്പോൾ ഈ സ്ഥലമൊക്കെ അല്ലേ. ഞങ്ങളങ്ങനെ മേലിന്ന് താഴേക്ക് എത്തിയിട്ടോ. ഇവിടുത്തെ കാണാൻ നല്ല രസമുണ്ട്. അയ്യോ അല്ലേ, അടിപൊളി. ഞങ്ങളൊക്കെ എന്താ രസം, ഇത്രയും ടയേർഡായിട്ടും കൂടി
ഇവിടുന്ന് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്കാണ് പോയത്. ഇനി രാത്രിയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഹനോയ്ക്കുള്ള ഫ്ലൈറ്റ്. സോ ബാക്കി എല്ലാതും ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.